കൺഫ്യൂസിങ് വഴികളാണല്ലോ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സാക് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന, ഒരുപാട് ചരിത്രങ്ങൾ നടന്ന ഒരു ഭൂമിയിലോട്ട്, ഒരു നാട്ടിലോട്ട്, ഒരു രാജ്യത്തിലോട്ടാണ് ഇന്നത്തെ യാത്ര. ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഈ നാട്, അതായത് ഈ സ്ഥലം കാണണം എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതാണ് രാജ്യം എന്നുള്ളത് നമുക്കവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സാക് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അങ്ങനെ ഫ്രണ്ട്സ്, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. 26B ബോർഡിംഗ് ഗേറ്റിലോട്ട് നടക്കുകയാണ്. അതിലാണ് ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി നമ്മുടെ ക്യാപ്റ്റൻ മെസ്സേജുകളൊക്കെ തന്നു തുടങ്ങി. ഫ്ലൈറ്റ് പതുക്കെ മൂവ് ചെയ്തും തുടങ്ങി. വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. എന്തെന്നറിയില്ല, ആദ്യമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു തരം എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ ഒരു യാത്രയിൽ. അത് ചിലപ്പോ ചെറുപ്പം മുതലേ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം കാണാൻ പോകുന്നത് കൊണ്ടുള്ളതാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. ഫ്ലൈറ്റ് അങ്ങനെ ഏകദേശം സൗദിയുടെ ബോർഡർ കഴിയാനായി. നമുക്കിപ്പോൾ സൗദിയിലെ ഡെസേർട്ടുകളൊക്കെ കാണാം. ഏകദേശം നമ്മളിപ്പോ ഓൾമോസ്റ്റ് ആ രാജ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ബോർഡർ ക്രോസ് ചെയ്യും. ഓൾമോസ്റ്റ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് അവിടുത്തെ സിറ്റികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഫ്ലാഗ് കണ്ടാൽ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതായിരിക്കും രാജ്യം എന്നുള്ളത്. നമ്മളിപ്പോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്ന സിറ്റിയാണ് ഈ കാണുന്നത്. അങ്ങനെ അവസാനം ഏറെക്കുറെ കാലമായിട്ട് ആഗ്രഹിച്ച നാട്ടിലോട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ടച്ച് ചെയ്തിരിക്കുകയാണ് ആ ലാൻഡിലോട്ട്. അപ്പോ വളരെ എക്സൈറ്റഡ് ആണ്. ഇനി എന്തൊക്കെയാന്നുള്ളത് വീഡിയോയിലൂടെ തന്നെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ജോർദാനിലെ അക്കാബ എന്ന എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽസിലൊക്കെ കാണുന്നത് പോലെ വളരെ ചെറിയൊരു എയർപോർട്ടാണ്. നമുക്കിവിടെ UAE റെസിഡൻസിന് ഓൺ അറൈവൽ വിസയാണ്. അതിനവർ ചാർജ് ചെയ്യുന്നത് 41 ജോർദൻ ദിനാറാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ജോർദൻ പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ആ ജോർദൻ പാസ് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ UAE ന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ജോർദൻ പാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 71 ജോർദൻ ദിനാറാണ് അതിന് ചാർജ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ നമുക്ക് ഓൺ അറൈവൽ വിസ ഫ്രീയും ആണ്. അതുപോലെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള ടിക്കറ്റ് അതിൽ കവർ ചെയ്യുന്നതാണ്. എന്തായാലും ഞാൻ ജോർദൻ പാസിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആരെങ്കിലും ജോർദനിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോർദൻ പാസ് എടുത്തിട്ട് വരിക. വളരെ ഉപകാരമുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ജോർദൻ പാസ് എന്നുള്ളത്. വളരെ നമുക്ക് പൈസ സേവ് ചെയ്യാനും പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ജോർദൻ പാസ്. അങ്ങനെ അക്കാബ എയർപോർട്ടിൽ നിന്നും വണ്ടി റെന്റിനെടുത്തു. അങ്ങനെ അടുത്ത ലക്ഷ്യം പെട്രോൾ സ്റ്റേഷനാണ്. മോസ്റ്റ് ഓഫ് ഫ്യൂവല് എംപ്റ്റി ആക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. പെട്രോൾ ഫില്ല് ചെയ്യണം. അതിനുശേഷം സിം കാർഡ് വാങ്ങിക്കണം. ഈ 2 പരിപാടികളാണ് ഫസ്റ്റ് ഉള്ളത്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഓക്കെ.
അങ്ങനെ അക്കാബ സിറ്റിയിലോട്ട് പ്രവേശിച്ചു. ഫസ്റ്റ് സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ അടുത്താണ് ഫസ്റ്റ് പോയത്. എൻ്റെ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ വേസ്റ്റായി. അവരെ നെറ്റ്വർക്ക് സിമ്മുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു പുതിയ സിമ്മിന് അപ്ലൈ ചെയ്തായിരുന്നു. അതിനെ അവർ കുറെ ശ്രമിച്ചു. ഒരു ഹാഫ് ആൻ അവറോളം എൻ്റെ അവിടെ വേസ്റ്റായി. അങ്ങനെ വേറെ ഒരു സെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡർ ഉണ്ട്. അപ്പോൾ അവരെ സിം എടുക്കാൻ വേണ്ടി നടക്കുകയാണ്. നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല നമുക്ക് കാണാം, വിശ്വസിച്ചൊക്കെ കാണാൻ പറ്റുന്ന പോലെ നല്ല ആകാശം, നല്ല നീല കളറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സെയിനിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാക്കേജ് ഉള്ള സിം എടുത്തു. 13 ജോർദാൻ ദിനാറാണ് ചാർജ് ചെയ്തത്. അതായത് ഓൾമോസ്റ്റ് 70 UAE ദിറംസ്. ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1700, 1700 ഇന്ത്യൻ റുപ്പീസ് ആവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേജ് ആയിരുന്നു. 15 GB ഡാറ്റ ഉണ്ടായിരുന്നു, 7 days വാലിഡിറ്റി ആയിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് പാക്കേജുള്ള ഒരു സിമ്മാണ് എടുത്തത്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയതാണ്. കുറച്ച് നല്ല കഫേസ് ഉള്ള ഒരു ഏരിയ ആണിത്. രാവിലെ അധിക കഫേസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഒരു ഹാപ്പനിങ് പ്ലേസ് പോലെ തോന്നി. ഒരു ഈവനിങ് ടൈമിലുള്ള ഒരു ഹാപ്പനിങ് പ്ലേസ് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ തിരിച്ച് ആദ്യത്തെ ഓറഞ്ച് പ്രൊവൈഡറിന്റെ അടുത്തുള്ള റീം ഷവർമ അങ്ങോട്ട് വന്നു. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്ത്, ആള് ജോർദാനിയാണ്. ആൾ എന്നോട് റെക്കമെൻഡ് ചെയ്തൊരു ഷവർമയാണ്. റീം ഷവർമ എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റീം ഷവർമ തന്നെ കഴിക്കാന്ന് വെച്ചു. അങ്ങനെ റീം ഷവർമ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അടിപൊളി. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ അതുപോലെ പെട്രോളൊക്കെ ഫില്ല് ചെയ്തു, സിം കാർഡ് എടുത്തു. അതിനുശേഷം ഞാൻ പോകുന്നത് അറബ് റിവോൾട്ട് പ്ലാസ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ്. ആ ഫ്ലാഗ് കാണുന്ന ആ സ്ഥലത്തോട്ടാണ് എനിക്ക് എത്തേണ്ടത്. അവിടെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥലമാണത്. അവിടെയാണ് ഓർത്തമൻസിനെതിരെ ഫസ്റ്റ് റിവോൾട്ട് നടക്കുന്നത്. അതായത് കലാപം, ഓർത്തമൻസിനെതിരെ ഇവിടെ നിന്നാണ് ഫസ്റ്റ് കലാപം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ഈ അറബ് റിവോൾട്ട് ഫ്ലാഗ് പോൾ, അതായത് ലോകത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലാഗ് പോൾ ആണെന്നാണ് പറയപ്പെടുന്നത്. അറൌണ്ട് 130 or 133 meters ഉണ്ടെന്നാണ് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. 130 അല്ലെ 133 മീറ്റർ ആണ് അതിന്റെ നീളം. അതായത് ലോകത്തിൽ പലതരം ഫ്ലാഗ് പോൾ ഉണ്ട്, പലയിടത്തും ഫ്ലാഗ് പോൾ ഉണ്ട്, കൊടിമരമുണ്ട്. അതില് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഈ ഫ്ലാഗ് പോളിന്റെ ഒരു വശത്ത് റെഡ് സീയും ഈ രണ്ട് വശങ്ങളിൽ 2 ബിൽഡിങ്ങുകളും പണിതിട്ടുണ്ട്. ആ ബിൽഡിങ്ങുകളിൽ കഫേസും റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഈ റെഡ് സീക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഒരു അക്കാബ ഫോർട്ടും ഉണ്ട്. പഴയ കാലത്തെ ഒരു ഫോർട്ടും ഉണ്ട്. അവിടത്തേക്ക് നമുക്ക് പോവാം. നമ്മളിപ്പോ കാണുന്നത് റെഡ് സീ ആണ്. കുറെ ക്രൂയിസ് ഷിപ്പുകളുണ്ട്, അല്ലാതെ മറ്റുള്ള ഷിപ്പുകളുണ്ട്. ടൂറിസ്റ്റുകളെയും കൊണ്ട് വന്നതാണ് ഈ ക്രൂസ് ഷിപ്പുകളൊക്കെ. പിന്നെ കുറച്ച് ദൂരം ഞാൻ അതിന്റെ സൈഡിലൂടെ ഒന്ന് നടക്കാന്ന് വെച്ചു. ഇവിടെ നമുക്ക് സ്കൂബ ഡൈവിംഗ് ഉണ്ട്. നല്ല ക്ലിയർ വാട്ടറാണ്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്, വെള്ളമാണ് നമുക്കിവിടെ. ഇതിന്റെ അടിഭാഗം ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇതിന്റെ അടിഭാഗം ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഞാൻ അറിഞ്ഞത് ഇവിടെ സ്കൂബ ഡൈവിങ് പിന്നെ
അധിക ദൂരമൊന്നും പോവാതെ തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ തൊട്ടടുത്ത് തന്നെ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ ദൂരത്തോട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ വളരെ ചിലവും കുറവാണ്, പൈസയും കുറവാണ് ഇവിടെ മറ്റേ സ്കൂബ ഡൈവ് ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ചെയ്യണമെന്നും താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ സമയക്കുറവും പിന്നെ വേറെ കാര്യമായിട്ടുള്ളത് ഭയങ്കര തണുപ്പായിരുന്നു. ഈ ഉച്ച സമയത്ത് പോലും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാമല്ലോ. ശരിക്കും ഞാൻ ആ ഉച്ച സമയത്തും ഹുഡി സൂട്ടാണ് നടക്കുന്നത്. അപ്പോൾ എത്രത്തോളം തണുപ്പുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം നല്ല തണുത്ത കാറ്റ് വീശിയതുകൊണ്ട് ആദ്യം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു. സ്കൂബ ഡൈവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ഡ്രസ്സും കരുതി. അവിടെ എത്തിയപ്പോൾ പിന്നെ സമയക്കുറവും കുറച്ച് സമയം അവിടെ നമുക്ക് മൊബൈലിന്റെ സിം എടുക്കുന്നിടത്ത് നഷ്ടമായല്ലോ. അതുകൊണ്ട് ഞാൻ സ്കൂബ ഡൈവിങ് ഉപേക്ഷിക്കുകയായിരുന്നു. മെയിൻലി സമയക്കുറവും പിന്നെ രണ്ടാമത് അവിടുത്തെ തണുപ്പും, ഇത് രണ്ട് കാരണം കൊണ്ടാണ് ഉപേക്ഷിച്ചത്. ഞാൻ അടുത്തതായിട്ട് പോയത് ഷെരീഫ് ഹുസൈൻ എന്ന ആളുടെ പേരിലുള്ള ഒരു മ്യൂസിയത്തിലോട്ടാണ്. അവര് പഴയ വീടാണെന്ന് തോന്നുന്നു. ഈ ഷെരീഫ് ഹാഷിം എന്ന് പറയുന്നത് ഒരു കാലത്ത് 1908 തന്നെ അയാൾക്ക് മക്കയുടെ ചുമതലക്കാരനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവിടുന്ന് ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. ഇയാള് ഒരു അറബ് ലീഡറായിരുന്നു. ഈ ഓർത്തമൻസിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്തിരുന്ന ഒരു അറബ് ലീഡറായിരുന്നു. 1908 ആണ് അയാൾക്ക് മക്കയുടെ ചുമതല കൊടുത്തിരുന്നത്. ഇദ്ദേഹം പിന്നെ അതുപോലെ വേറെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കുടുംബം, അതായത് ബനു ഹാഷിം എന്ന് പറഞ്ഞ അറബ് കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ബനു ഹാഷിം. ആ കുടുംബത്തിനോട് അകന്ന ഒരു കുടുംബമാണ് ഇദ്ദേഹത്തിന്റെ എന്നാണ് ഞാൻ അവിടെ നിന്ന് വായിച്ചപ്പോൾ അവിടെ അയാളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞപ്പെട്ടിരുന്നത് ഇയാള് ബനു ഹാഷിം എന്ന കുടുംബത്തിന്റെ ഒരു ജില്ലയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് കാണാൻ പോകുന്നത്
അക്കാബയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അക്കാബ ഫോർട്ട്. ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ് ഈ അക്കാബ ഫോർട്ട് എന്ന് പറയുന്നത്. 16ാം സെഞ്ചുറിയിലാണ് ഈ കോട്ട പണിതത്. ഇതിന് വേറെയും പേരുണ്ട്. ഈ ഓട്ടോമൻസിന്റെ കാലത്തുള്ള ഒരു പേരാണെങ്കിൽ മാമുൽ കാസിൽ എന്നാണ് ഇതിന്റെ പേര്. മാമുൽ കാസിൽ, അതെ, ഇത് അങ്ങനെയാണ് ഇതിന്റെ വേറൊരു പേരുള്ളത്. ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കോട്ടയാണ് ഇത്. സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കോട്ടയാണ് പണ്ട് കാലങ്ങളിൽ. ഈ കാണുന്നതാണ് അക്കാബ ഫോർട്ടിന്റെ ഉൾവശം. കുറെയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ പണ്ട് നടന്ന യുദ്ധങ്ങൾ കാരണവും പിന്നെ കാലപ്പഴക്കവും കാലാവസ്ഥയും എല്ലാം കൊണ്ട് കുറെയൊക്കെ ഇപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പം ബാക്കി അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ദേ അവിടെയാണ് മുകളിലേക്ക് കയറാനുള്ള വഴി. അങ്ങനെ മുകളിൽ കയറാനുള്ള വഴി കണ്ടുപിടിച്ചു. മുകളിലും ഇവിടും കയറിയിട്ട് തിരിച്ചു പോവാന്ന് തീരുമാനിച്ചു. വേറെ ഒരു ഡെസ്റ്റിനേഷനിലും കൂടെ പോവാനുണ്ട്. ഇവിടെ അടുത്ത് തന്നെ അക്കാബയിൽ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ മുകളിലൂടെ കയറി ഇതിന്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാന്നുള്ള തീരുമാനത്തിലാണുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അവിടുന്ന് ചെങ്കടലും ഫ്ലാഗ് പോളും കൊടിമരവും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അക്കാബയിൽ തന്നെയുള്ള വേറൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഈ കടലിൻ്റെ ഭാഗത്ത് തന്നെയുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് തിരിച്ച് യാത്ര ചെയ്യണം. 1.5-2 മണിക്കൂർ യാത്ര ഉണ്ട്. നമ്മുടെ വാദി മൂസ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടേക്കാണ് ഇനി യാത്ര. അപ്പോൾ അധികം ഒട്ടും താമസിയാതെ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടു. ഞാൻ വീഡിയോ അധികം ലെങ്തി ആക്കുന്നില്ല. കാരണം അധിക പേരും അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലുള്ള വീഡിയോസും പിന്നെ അതുപോലെ വാദി മൂസയിലേക്കുള്ള യാത്രയും അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ see you everyone. Thanks for watching. Goodbye.